ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണല്ലോ അല്ലേ? നാളെ ഞായറാഴ്ചയാണ് കേട്ടോ. ഒക്കെ ഒന്ന് ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ ചിലപ്പോൾ കുറച്ച് ലൈറ്റ് കൂടുതൽ അത് കുറയ്ക്കാൻ പറ്റിയ അങ്ങനെ സൂര്യൻ്റെ ലൈറ്റാണ്, നമുക്ക് വേറെ ലൈറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് കേട്ടോ. ഹല്ലേലൂയ. നമ്മുടെ സഹോദരങ്ങൾ സന്തോഷമായിരിക്കുന്നു, പ്രാർത്ഥനയിലാണ്. പിന്നെ നമുക്ക് നാളത്തെ അഭിഷേകാഗ്നിക്ക് വേണ്ടി ഇന്ന് ശനിയാഴ്ച ദിവസം നമുക്ക് നന്മ പറഞ്ഞവരും ചൊല്ലി പ്രാർത്ഥിക്കാം. നാളത്തെ അഭിഷേകം സൂപ്പർ വിഷയമാണ്. സ്വർഗരാജ്യത്തെക്കുറിച്ച് ചിന്തയുള്ള ഒരു വ്യക്തിയുടെ ജീവിത രീതി എങ്ങനെയെന്നുള്ളതാണ്. ആ ജീവിത രീതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അത് വെച്ച് നിങ്ങൾ ലൈഫ് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അനേകം പേര് കാണാൻ ഇടവരട്ടെ. ദൈവരാജ്യം വർദ്ധിക്കട്ടെ, വികസിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥേ, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചൊരു സാക്ഷി ഓർക്കുന്നില്ലേ, ഒരു ചേച്ചി ശനിയാഴ്ച ഉപവാസമൊക്കെ എടുത്ത് അഭിഷേകാഗ്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതൊക്കെ ഒന്ന് ഓർപ്പെടുത്തുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ അഭിഷേകാഗ്നി സിസ്റ്റേഴ്സിൻ്റെ അവർ നേതൃത്വങ്ങൾക്ക് യുവജന ധ്യാനങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ ഞാൻ ഇന്നൊരു കാർഡായിട്ട് ഇട്ടേക്കാം കേട്ടോ. പിന്നെ ഒരു വിശേഷം പറയാനുള്ള, മാർച്ച് 18-22 ഞാൻ ഖത്തർ ദോഹയിൽ അവിടുത്തെ പള്ളിയിൽ ഒരു ധ്യാനത്തിന് വേണ്ടി ചെല്ലുന്നുണ്ട്. നിങ്ങളെല്ലാവരും പ്രത്യേകം ക്ഷണിക്കുകയാണ്. ആ പള്ളിയും അങ്ങനെ നോക്കരുത്, ആ പ്രദേശത്തുള്ള എല്ലാവരെയും ക്ഷണിക്കുക. അച്ഛൻ വരികയെന്ന് പറഞ്ഞാൽ പൊതുവാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇതാണ്: ഒരു ബലപ്രയോഗം വേണ്ടി വരും. ചിലപ്പോൾ കാരണവന്മാർ ഇത് ഒരു നടയ്ക്ക് പോകുന്നു തോന്നുന്നില്ല എന്നൊക്കെ ചില പറയുന്ന പോലെയാണ്. ഇതൊരു കയ്യാങ്കളി ഇല്ലാതെ അവസാനിക്കും തോന്നുന്നില്ല. അപ്പോൾ കയ്യാങ്കളിയൊന്നും വേണ്ട, ബലപ്രയോഗം വേണ്ട. പക്ഷെ നല്ലൊരു വചനമാണ്. ലൂക്ക 16:16 ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 16:16. അപ്പം അതിനെങ്ങനെയാണ്: നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെയായിരുന്നു. അതിനുശേഷം ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എല്ലാവരും ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിയമം വഴിയുള്ള ഒരു ആധ്യാത്മികത സ്നാപക യോഹന്നാൻ വരെയാണ്. അതിനുശേഷം ദൈവരാജ്യത്തിന്റെ പ്രഘോഷമാണ്, ഈശോയുടെ ആഗമനം. അന്ന് പഴയത്തെ പറഞ്ഞതിന്റെ പൂർത്തീകരണമായി വന്നു കഴിഞ്ഞു. പിന്നെ ഒരു കൃപയുടെ യുഗമാണ്. വിശ്വാസം വഴി അവകാശം സ്വന്തമാക്കുകയാണ്. ദാനമായിട്ട് കൃപ സ്വീകരിക്കുന്ന ആ പറഞ്ഞു വെച്ചതിൻ്റെ എല്ലാം പൂർണ്ണതയിലേക്ക് വരികയാണ്. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവരാജ്യം വന്നു കഴിഞ്ഞു ഈശോയിലൂടെ. അപ്പോൾ അവിടെ പറയാണ്. അപ്പോൾ പിന്നെ ഒരു ഷിഫ്റ്റിംഗ് ആണ്. അതിനകത്ത് ഒരു ബലപ്രയോഗം. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു ട്രെയിനിലൊക്കെ ആൾക്കാർ കയറുമ്പോൾ അല്ലെങ്കിൽ ബസ്സിലൊക്കെ ഒരു ബലപ്രയോഗത്തിലൂടെയാണ് ചിലപ്പോൾ സീറ്റൊക്കെ കരസ്ഥമാക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഇത് മറ്റുള്ളവരുടെ മേൽ നടത്തുന്ന ഒരു ബലപ്രയോഗം അല്ല, മറിച്ച് അവനവനോട് നടത്തുന്ന ഒരു ബലപ്രയോഗം. അപ്പോൾ ഈ വചനം കേട്ട് ഈശോയിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബലപ്രയോഗം നടത്തണം. അത് ദൈവരാജ്യത്തിൻ്റെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ മാനസാന്തരത്തെ അനുഭവത്തിലേക്ക് വരണം. പ്രധാനം പറഞ്ഞാൽ വെളുപ്പിനെ എഴുന്നേറ്റ് പള്ളിയിൽ പോവുക ഉദാഹരണം. അപ്പോൾ അതിനകത്ത് അവനോടൊരു ബലപ്രയോഗം നടത്തേണ്ടത്. എഴുന്നേക്കണ്ടേ, ഒരു ബലപ്രയോഗം വേണ്ടി എഴുന്നേക്കണമെങ്കിൽ അല്ലേ? അല്ലാതെന്നുണ്ടെങ്കിൽ വൈകുന്നേരം കൃത്യം 7 മണിക്ക് സന്ധ്യാപ്രാർത്ഥന. അപ്പോൾ അവിടെ എന്താ, അപ്പോൾ അതിനകത്ത് നടത്തണമെന്ന് വേറെ കുറേ കാര്യങ്ങൾ ബലം പ്രയോഗിച്ച് മാറ്റി നിർത്തിയാൽ നടത്താൻ വേണ്ടി പറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ നമ്മൾ നടക്കുന്ന പഴയ നിയമത്തിൽ ആ ഒരു നിയമത്തിൻ്റെ ആധ്യാത്മികതയല്ല, ദൈവത്തിൻ്റെ കൃപയിൽ നമ്മൾ ആശ്രയിച്ച് കഴിയുമ്പോൾ ഇതെല്ലാം നമുക്ക് സന്തോഷത്തോടു കൂടി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ ഒരു ബലപ്രയോഗം എന്ന് പോലും പറയാൻ പറ്റിയല്ല, കൃപ നമ്മളെ അങ്ങ് നിർബന്ധിക്കും. പ്രൈസ് ദി ലോർഡ്. അതുപോലെ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃപയുടെ സഹായത്തിൽ ബലപ്രയോഗം നടത്തണം. അങ്ങനെ ബലപ്രയോഗം നടത്തുന്നവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ വേണ്ടി പറ്റും. അത് കൃപയുടെ സഹായത്താലാണ്. കൃപ തന്നെയാണ്, ദൈവം തന്നെ നമ്മൾ ചെയ്യിപ്പിക്കുന്നതുമാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് കൃപ നിറയാനും നമ്മളോട് തന്നെ ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കാനും ബലപ്രയോഗം നടത്താനും ഒക്കെ നമുക്ക് പ്രത്യേകം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് അഭിഷേകാഗ്നിയിൽ വിശദമായിട്ട് കാണാം കേട്ടോ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഈശോയെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, ഈ ശനിയാഴ്ച ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങ് ആരാധിക്കാനും സ്തുതിക്കാനും കൃപ തന്നല്ലോ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവായ ദൈവം, ഏറ്റവും വലിയ ദൈവാരാധനയായി വിശുദ്ധ കുർബാനയ്ക്ക് നാളെ പോകാൻ സാഹചര്യങ്ങളെല്ലാം ഒരുങ്ങട്ടെ കർത്താവേ. ഓ കർത്താവായ ദൈവമേ, ഒരുപാട് പേര് മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നവർ, നിയോഗങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുന്നവർ, കുമ്പസാരവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് മേഖലകളിൽ ഹോസ്പിറ്റലുകളിൽ ഒക്കെ മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ച് എല്ലാവരും അനുഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ ദൂതൻ വരട്ടെ. പരിശുദ്ധ അമ്മ നിങ്ങളുടെ അടുത്ത് നിൽക്കട്ടെ. യേശുപിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥം ഉണ്ടാകട്ടെ. ഈശോയുടെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാത്തിലും വിജയം ഉണ്ടാകട്ടെ. നിങ്ങളെ ചലിഞ്ഞ ദുഷ്ടാര്യങ്ങൾ യേശു നാമത്തിൽ ബന്ധിക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.